ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു Mallufoodstories. കുറേയായി എല്ലാവരും മെസ്സേജ് അയക്കുന്ന ഒരു റെസിപ്പി വീഡിയോ ചെയ്യാൻ വേണ്ടി. ശരിക്കും എനിക്ക് തോന്നുന്നു കുറേ മാസങ്ങളായി റെസിപ്പി ചെയ്തിട്ടെന്ന്. അപ്പോൾ അതിലേക്ക് ഉപ്പ്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് തന്നെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും കുഴപ്പമില്ല, വിനീഗർ ഒഴിക്കുക. ഈ തൈരോ വിനീഗറോ ചെറുനാരങ്ങ നീരൊക്കെ യൂസ് ചെയ്യുന്നത് ചിക്കൻ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് വെക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാശ്മീരി മുളകാണെങ്കിൽ കുറച്ചും കൂടി ഇട്ടാൽ നല്ല കളറ് കിട്ടും. എരിവുള്ള മുളകാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, കാരണം അതിലേക്ക് തന്നെയാണ് നമ്മൾ മസാല ഇടുന്നത്. പിന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. കാരണം നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, പക്ഷേ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിൽ നന്നായിട്ട് വേവണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെറിയ ചെറിയ പീസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത് ഞാൻ പിന്നെ ഒരു റെസിപ്പി ചെയ്യണമെന്നൊന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല കേട്ടോ, പെട്ടെന്ന് അങ്ങ് തോന്നിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒന്നുമില്ലെങ്കിൽ ചെറിയുള്ളി ആണെങ്കിൽ 5 ചെറിയുള്ളി, വലിയുള്ളി ആണെങ്കിൽ അതായത് സവാള ആണെങ്കിൽ ചെറിയൊരു പീസും 2 പച്ചമുളകും കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഓയിൽ കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലെടുത്ത് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഓയിലായി പോവും. മാറ്റി വെച്ച ഓയിൽ പിറ്റേ ദിവസം ചിക്കൻ ഫ്രൈ ചെയ്യാനോ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുക. കുറേ ദിവസം യൂസ് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഓയിലിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി നല്ല മഷി പോലെ, അതായത് നല്ല ഇങ്ങനെ സോഫ്റ്റായി നല്ല വഴന്ന് വന്നാൽ മാത്രമാണ് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്കൊരു ചിക്കൻ സ്റ്റോക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ചും കൂടി ഫ്ലേവർ ആഡ് ചെയ്യാൻ. പക്ഷേ ഇതൊരു ഹെൽത്ത് വൈസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി നോക്കിയിട്ട് ഇട്ടെടുത്ത് ഒന്നൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ചെറിയ തീയിൽ വെച്ച് ഇളക്കിയെടുക്കുക. പിന്നെ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇടാം. വേണമെങ്കിൽ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് കിട്ടും. ചപ്പാത്തിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ എന്ത് വേണമെങ്കിൽ കഴിക്കാം. നല്ല എരിവുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മധുരം കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലേ? ഇത് തലശ്ശേരിയിൽ നിന്ന് ഗോൾഡൻ പ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പേജ് സെൻഡ് ചെയ്തതാണ് കേട്ടോ. അവർ ഗുലാബ് ജാമുനാണ് ചെയ്യുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ബോട്ടിലാണ്. മല്ലു ഫുഡ് സ്റ്റോറീസ് എന്നൊക്കെ നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ക്ലിങ് റാപ്പ് പണി പറ്റിച്ചു, അതെടുക്കുമ്പോൾ ചെറുങ്ങനെ പൊളിഞ്ഞു പോയി കേട്ടോ. നല്ല ഗോൾഡൻ പ്ലം എന്നുള്ള പേര് പോലെ തന്നെ നല്ല ഗോൾഡൻ കളറായിട്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടായത്. ഇവർ നോർമൽ ഓർഡേഴ്സ് മാത്രമല്ല ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആയിട്ടും പാർട്ടി ഓർഡേഴ്സ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കാണാൻ നല്ല ലുക്കാണ്. എനിക്ക് എങ്ങനെ അറിയാം ഗുലാബ് ജാമുൻ കഴിക്കാൻ ഇഷ്ടം? ഒന്നുമില്ലെങ്കിൽ ചെറിയൊരു ചൂടോട് കൂടി അല്ലെങ്കിൽ തണുപ്പോട് കൂടി. ഇത് ഞാൻ കൊണ്ടുവന്ന പാട് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, തണുപ്പോട് കൂടി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. തണുത്തിട്ട് കഴിക്കുന്നതാട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇത് കാഷ്യൂ നട്ട്സ് ഫിൽഡ് ഗുലാബ് ജാമുനാണ്. ഇവരുടെ കയ്യിൽ നോർമൽ ഗുലാബ് ജാമുൻസും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പാർട്ടി ഓർഡേഴ്സും എടുക്കും, നോർമൽ നമുക്കൊരു 10 പീസസ് ഒക്കെ ആണെങ്കിലും ഓർഡേഴ്സ് എടുക്കും. പിന്നെ നെക്സ്റ്റ് വീക്ക് മുതൽ ഏതൊക്കെ ഡെലിവറി ആപ്പിൽ ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ പേജിൽ പോയാൽ കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഗോൾഡൻ പ്ലമ്മിൻ്റെ പേജ് ടാഗ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ഹോം മെയ്ഡ് ഗുലാബ് ജാമുനാണ്. ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇവർ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പ്രൈസ് വൈസ് ആണെങ്കിലും അത് എക്സ്പെൻസീവ് ഒന്നുമല്ല. ഗിഫ്റ്റ് ഹാമ്പർ ആയിട്ടും അല്ലെങ്കിൽ പാർട്ടി ഓർഡേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിലൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി ഇവരെ പേജ് മെസ്സേജ് അയച്ചാൽ മതി. ഇത് കണ്ടോ, നല്ലോണം നട്ട്സ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഗുലാബ് ജാമുനാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇതേപോലത്തെ വീഡിയോസിന് ഫോളോ Mallufoodstories.